ഹായ് സ്റ്റൗട്ട് ഓഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറി തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എടുത്തിട്ടുണ്ട്. സവാള, ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. പിന്നെ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ 3 മുട്ട, കുറച്ച് തേങ്ങ അരച്ചത്, ഒരു 1/4 കപ്പ് തേങ്ങ വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്തെടുക്കുക. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഇനി ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് ഗരം മസാല, ചെറിയൊരു ടീസ്പൂൺ പെരിഞ്ജീരകം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം. ഇനി അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തെടുക്കാം. തക്കാളി ചേർത്ത് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അന്നപ്പം തക്കാളി ഒന്ന് പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളിക്ക് ഒന്ന് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ കൂടെ ചേർത്തെടുക്കാം. തേങ്ങയും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്ത് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ്. നമുക്ക് എത്ര ഗ്രേവി ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കറിയിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന്. ഇപ്പം കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കട്ടായിപ്പോയി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്തെടുക്കാം. നമുക്ക് വീണ്ടും ഇത് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഞാൻ ഇന്ന് അപ്പത്തിൻ്റെ കൂടെ ആയിരുന്നു ഇത് ഉണ്ടാക്കിയത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതിന് വെള്ളയപ്പം എന്നാണേ പറയുന്നത്. നിങ്ങളെന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.